നമുക്കെല്ലാവർക്കും അറിയാം, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ എപ്പോഴും ശത്രുവായി കാണുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും. കാലാകാലങ്ങളായി ആ ശത്രുത തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് ഇസ്രായേൽ പറഞ്ഞ ന്യായം എന്നുള്ളത് ഞങ്ങളുടെ നിലനിൽപ്പിന്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇറാൻ എപ്പോഴും ഭീഷണിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ആക്രമിച്ചത് എന്നുള്ള ഒരു മുടന്തൻ ന്യായമാണ്. ആരാണ് ഈ പറഞ്ഞത് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. 10,000-കണക്കിന് വരുന്ന ഗസയിലെ പിഞ്ചു കുട്ടികളെയും സ്ത്രീകളെയും അടക്കം അവരെയെല്ലാം കൊലപ്പെടുത്തുകയും അതോടൊപ്പം അവരുടെ പാർപ്പിടങ്ങളുമെല്ലാം നശിപ്പിക്കുകയും അവരെ വല്ലാതെ പ്രയാസത്തിലേക്ക് തള്ളിവിട്ട നെതന്യാഹുവാണ് ഇത്തരമൊരു മുടന്തൻ ന്യായം ഇറാനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്. ഏകദേശം 72,133 പേരാണ് ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഇതിൽ 20,000-ലധികം കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത് 1,100-ലധികം പേരാണ്. ഇനി യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പട്ടിണിയിലൂടെയും ദുരിതത്തിലൂടെയും ഒക്കെ മരണപ്പെട്ടു പോയ നിരവധി ആളുകളുണ്ട്. ചികിത്സയുടെ അഭാവം കൊണ്ടും രോഗം കൊണ്ടും പട്ടിണി കൊണ്ടും മരണപ്പെട്ടവരുടെ എണ്ണം ചേർത്താൽ മൊത്തത്തിലുള്ള മരണസംഖ്യ എന്ന് പറയുന്നത് 1,86,000 മുതൽ 3,35,000 വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ദി ലാൻസെറ്റ് പോലുള്ള പ്രമുഖ അന്താരാഷ്ട്ര പഠനങ്ങൾ ലോകത്തോട് പറഞ്ഞു വയ്ക്കുന്നത്. 1948 മുതൽ 2026 മാർച്ച് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഇസ്രായേലുമായുള്ള വിവിധ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് ഔദ്യോഗികമായി 1,60,65,000 മുകളിലാണ്. ഇനി ഇതിൽ കാണാതായവരുണ്ട്. അതോടൊപ്പം തകർന്നു വീണ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയവരുണ്ട്. അവരുടെയെല്ലാം കണക്കെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 4 ലക്ഷത്തിന് മുകളിൽ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ നിരവധി ആളുകളെ, 10,000-കണക്കിന് വരുന്ന ആളുകളെ കൊലപ്പെടുത്തിയ ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ്, ഇറാൻ ഞങ്ങൾക്കൊരു ഭീഷണിയാണ് എന്ന്, ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന്. ഇനി ഇതിൻ്റെ ഭാഗമായ കൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ന്യായീകരണം എന്താണെന്ന് അറിയണ്ടേ? ആണവ പദ്ധതിയെ നിർവീര്യമാക്കാനുള്ള ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇറാനെ ആക്രമിച്ചു എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, ട്രംപ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഇറാനിലെ ജനങ്ങൾ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടും അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ഞങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത് എന്ന്. നോക്കി, ഈ പറയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്ന ആ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആക്രമണം കാരണം കൊല്ലപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ്. 2001-2026 കണക്കനുസരിച്ച് ഏകദേശം 9,40,000-ലധികം ആളുകൾ ബോംബാക്രമണങ്ങളിലൂടെയും വെടിവെപ്പുകളിലൂടെയും നേരിട്ട് കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. ഇതിൽ 4,32,000-ലധികം വരുന്ന ആളുകൾ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇനി ഇതിലും യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ പോഷകാഹാരക്കുറവിലൂടെയും പട്ടിണിയിലൂടെയും പ്രയാസങ്ങളിലൂടെയും മരണപ്പെട്ടുപോയ മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് 36 ലക്ഷം മുതൽ 38 ലക്ഷം വരെയാണ്. ഇത്രയധികം ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആ അമേരിക്കയിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ ട്രംപ് പറയുകയാണ്, ഞങ്ങൾ ഈ ഇറാനെ ആക്രമിക്കാനുള്ള കാരണം അത് ഇറാനിലെ ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും എന്നുള്ള ഒരു മുടന്തൻ ന്യായം. അതോടൊപ്പം ആണവ പദ്ധതിയെ നിർവീര്യമാക്കാൻ എന്നുള്ള ഒരു ന്യായം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതായിരുന്നു ആക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? ഇല്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. ഒരു മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2026 ഫെബ്രുവരി 11 ഇറാന്റെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ 47-ാം വാർഷിക വേളയിൽ ഒരു റാലി സംഘടിപ്പിക്കപ്പെട്ടു. ആ റാലിയിൽ വലിയ കൊമ്പുള്ള ഒരു ബാൽ പ്രതിമ, അന്നത്തെ ആ ഒരു പ്രതിഷേധത്തിലുണ്ടായിരുന്ന ജനങ്ങൾ അതിനെ കത്തിച്ചിരുന്നു. ഇനി എന്താണ് ഈ ബാൽ പ്രതിമ? നമുക്കറിയാം, ഈ ലോകത്ത് ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. ആ ദൈവത്തിൽ നിന്നും തങ്ങൾക്ക് നല്ലത് ലഭിക്കുമെന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു നെഗറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് പിശാചിനെ, സാത്താനിനെ ആരാധിക്കുന്ന ഒരു കൂട്ടരും ഈ ലോകത്തുണ്ട്. അത്തരത്തിൽ ആ സാത്താനിനെ അല്ലെങ്കിൽ പിശാചിനെ ആരാധിക്കുന്ന കൂട്ടർ അവർ ആരാധിക്കുന്ന ഒന്നാണ് ഈ ബാൽ പ്രതിമ എന്ന് പറയുന്നത്. ഈ പ്രതിമകളിൽ ഡേവിഡ് നക്ഷത്രവും അതോടൊപ്പം മറ്റു ചിഹ്നങ്ങളുമൊക്കെ കാണാൻ സാധിക്കും. ഈ പ്രതിമകൾ പാശ്ചാത്യ സാത്താനിക് സ്വാധീനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുപോലത്തെ ഒരു ബാൽ പ്രതിമയാണ് അന്നത്തെ ആ ഒരു പ്രതിഷേധത്തിനിടയിൽ ആ റാലിയിലുള്ള ജനങ്ങൾ കത്തിച്ചു കളഞ്ഞത്. മാത്രമല്ല, ആ പ്രതിമയിൽ ഇസ്രായേലിൻ്റെ പതാകയും അതോടൊപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രവും ഉണ്ടായിരുന്നു. നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും യഥാർത്ഥ യജമാനന്മാർ ആരാണെന്ന് തങ്ങൾക്കറിയാമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകിയത്. പാശ്ചാത്യ ശക്തികൾ ആരുടെ മുന്നിലാണ് തല കുനിക്കുന്നത് എന്ന് അവർക്കറിയാം. എന്നാൽ ഈ ഒരു ബാൽ പ്രതിമ കത്തിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേലും അമേരിക്കയും ഒത്തുചേർന്നുകൊണ്ട് കൃത്യമായ പ്ലാനോടുകൂടി ഇറാനെ ആക്രമിക്കുകയും യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ വിശദീകരണങ്ങളാണ് നൽകിയത്. ഇറാന്റെ ആണവ പദ്ധതിയെ നിർവീര്യമാക്കാനുള്ള കൃത്യമായ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതായിരുന്നു അദ്ദേഹം അന്നവിടെ പറഞ്ഞു വെച്ചത്. എന്നാൽ നെതന്യാഹുവിൻ്റെ ന്യായീകരണമാകട്ടെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്
ഇറാനെ ആക്രമിച്ചത് എന്നുള്ള ന്യായീകരണമായിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ വെറുമൊരു നുണകൾ മാത്രമായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാനും അമേരിക്കയും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. യുദ്ധം തുടങ്ങാനുള്ള തിടുക്കത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൃത്യമായ ഒരു കാരണം കണ്ടെത്താൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പുറത്തു പറയാൻ പറ്റാത്ത ഒരു കാരണം നെതന്യാഹുവിനും ട്രംപിനുമുണ്ട്. പുറം ലോകം അറിയരുത് എന്ന് നെതന്യാഹുവും ട്രംപും ആഗ്രഹിക്കുന്നുണ്ട്. ഇറാനിൽ ആ ബാൽ പ്രതിമ കത്തിച്ചതിന് ശേഷമാണ് അവിടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ട്രംപിനും നെതന്യാഹുവിനെയും സംബന്ധിച്ച് അതൊരു സാധാരണമായ ഒരു പ്രശ്നമായിരുന്നില്ല. നേരെ മറിച്ച് അവരിലത് വലിയ പ്രകോപനം ഉണ്ടാക്കിയിരിക്കണം. അതുകൊണ്ടാണ് സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലും US കൂടി ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നത്. സാത്താൻ ആരാധകർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനായി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ ബലി നൽകാറുണ്ട്. അത്തരമൊരു സംഭവമായിരുന്നു ഇറാനിലെ യുദ്ധത്തിലും നമ്മൾ ആദ്യമായി കേട്ടത്. ഇസ്രായേലും US കൂടി ചേർന്നുകൊണ്ട് ഇറാനിൽ ആദ്യം ആക്രമിച്ചത് ഇറാനിലെ ഒരു സ്കൂളിലായിരുന്നു. 165ഓളം വരുന്ന പെൺകുട്ടികൾ, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആക്രമണം നടത്തി. ആ പിഞ്ചുമന മക്കൾ അതിദാരുണമായി കൊല്ലപ്പെട്ടു. അവരുടെ മൃതശരീരങ്ങൾ ചിന്നിച്ചിതറി. ആ പാവം കുഞ്ഞുമക്കൾ, ഒരു മുട്ടുസൂചി കൊണ്ടുപോലും ആരെയും ഉപദ്രവിക്കാത്ത നിരപരാധികളായ ആ പാവം പിഞ്ചുമന മക്കളെ നിരനിരയായി ആ ഖബറടക്കം ചെയ്യുന്ന കാഴ്ച ഒരിക്കലും കണ്ടു നിൽക്കാൻ പോലും കഴിയില്ല. തങ്ങളുടെ സൈനിക നീക്കത്തിന് അനുഗ്രഹം ലഭിക്കാനായി നെതന്യാഹുവും ട്രംപും നൽകിയ ബലിയായിരുന്നു അത്. ഇതൊരു മതയുദ്ധമാണെന്ന് ലിൻഡേ ഗ്രഹാം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. This is a religious war. Who wins it at the end of the day? മുസ്ലിമുകളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ടാറ്റൂകൾ ശരീരത്തിലുള്ള ആളാണ് US യുദ്ധ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി ഈ ബാൽ എന്ന് പറയുന്ന ആ പ്രതിമയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാം. യജമാനൻ, ഉടമസ്ഥൻ എന്നൊക്കെയാണ് ഈ ബാൽ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം. മഴ, ഇടിമിന്നൽ എന്നിവയുടെ ദൈവമായിട്ടാണ് ചില ആളുകൾ ഈ ബാലിനെ ആരാധിക്കുന്നത്. ആകാശത്തിന്റെ അധിപനും ഭൂമിക്ക് ജീവൻ നൽകുന്ന മഴയുടെ ഉറവിടവുമാണ് ബാൽ എന്നവർ വിശ്വസിക്കുന്നു. ഇതിനൊരു പ്രത്യേകമായ രൂപമുണ്ട്. ഒരു കൈയിൽ ഇടിമിന്നലിനെ സൂചിപ്പിക്കുന്ന ആയുധവും മറുകൈയിൽ വടിയും പിടിച്ചു നിൽക്കുന്ന യോദ്ധാവിന്റെ രൂപത്തിലാണ് ഈ ബാലിനെ ചിത്രീകരിക്കുന്നത്. ബാലിനെ പലപ്പോഴും ഒരു കാളയുടെ രൂപത്തിലോ കാളയുടെ കൊമ്പുകളുള്ള മനുഷ്യരൂപത്തിലോ ആയിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. ചരിത്രത്തിൽ വലിയ തർക്കങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ള ഒന്നാണ് ഈ ബാലിനെ ആരാധിക്കുക എന്ന് പറയുന്നത്. യഹൂദ ക്രൈസ്തവ ചരിത്രത്തിൽ ബാൽ ആരാധന വലിയൊരു തിന്മയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേൽ ജനത തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെ ആരാധിച്ചിരുന്നതായി ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. പുരാതന കാലത്ത് ഈ ബാലിനെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മൃഗബലികളും ചിലയിടങ്ങളിൽ ശിശുബലികളും നടന്നിരുന്നതായി ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ ബാൽ ആരാധന എത്രത്തോളം ക്രൂരമായ ഒരു ആചാരമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതന്ത്രങ്ങൾ നടക്കുന്നുണ്ട്. അത് പുറം ലോകം അറിയരുത് എന്ന് നെതന്യാഹുവും ട്രംപും ആഗ്രഹിക്കുന്നുണ്ട്.